ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. പക്ഷേ എനിക്കത്ര ഗ്രേറ്റ് അല്ല. കാരണം വണ്ടിക്ക് ചെറിയ പണി കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോഴത്തേക്കാണ് ഒരു ശബ്ദം കേട്ടു തുടങ്ങിയത്. എന്ന് പറഞ്ഞൊരു ടിക് ടിക് പോലത്തെ സൗണ്ട് ഫ്രണ്ടിൽ നിന്നാണ്. ഞാൻ വിചാരിച്ച് ഹെഡിൻ്റെ അവിടെ നിന്നാണ്. എന്നിട്ട് ഞാൻ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഷിം അടിക്കണമെന്ന് പറഞ്ഞു. എഞ്ചിൻ്റെ ഷിം അടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ അവിടെ ഒരു പാട്ടാണ്, അത് റീപ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെയ്യുമെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല, നമുക്ക് ഷോറൂമിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് എഞ്ചിൻ പണിയാണ്. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ 3817. അപ്പോഴത്തേക്ക് എഞ്ചിൻ പണി കിട്ടിയെന്നാണ് തോന്നണത്. അപ്പോൾ ഞാൻ നമ്മുടെ സർവീസ് സെൻറ്ററിൽ അനന്ത് ബ്രോനെ വിളിച്ച് ചോദിച്ചു. പുള്ളിയാണ് മാനേജർ. പുള്ളി പറഞ്ഞു രാവിലെ ഒന്ന് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് നോക്കാം എന്താണ്, എഞ്ചിൻ പണിയാണോ, പണി കിട്ടിയോ എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം. അപ്പോൾ വണ്ടി നമ്മൾ ഐഡിയയിലിട്ട് സ്റ്റാർട്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് ഉണ്ട്. ക്യാമറയിൽ എന്തോരം കിട്ടിയെന്നറിയില്ല. പക്ഷേ അതിൻ്റെ സൗണ്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണേ. പുള്ളി ഇന്നലെപ്പോൾ വർക്ക്ഷോപ്പിലെ ചേട്ടൻ കുറേ നേരമൊക്കെ ഓടിച്ചു നോക്കി. എന്നിട്ടാണ് പറഞ്ഞ് ഷിമ്മിൻ്റെ പ്രോബ്ലം ആയിരിക്കും, പുതിയ മോഡൽ ഡൊമിനാറിനൊക്കെ ഈ പ്രോബ്ലം വന്നിട്ടുണ്ടെന്ന്. എഞ്ചിൻ പണിയാണെങ്കിൽ വാറണ്ടിയിൽ നമുക്ക് മാറ്റി കിട്ടേണ്ടതാണ്. പക്ഷേ അതല്ലല്ലോ, നമ്മുടെ വണ്ടി 4000 കിലോമീറ്ററല്ലേ ഓടിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എഞ്ചിൻ പണി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കുണ്ടാവുന്ന വിഷമം ഒന്ന് ആലോചിക്കും. നമ്മൾ ആദ്യം നോക്കിയിട്ടൊരു വണ്ടി വാങ്ങിച്ചിട്ട് എഞ്ചിൻ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്നറിയില്ല. പുള്ളി പറഞ്ഞ സംശയമാണ് പറഞ്ഞത് വർക്ക്ഷോപ്പിൽ. അപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്നറിയില്ല. വർക്ക്ഷോപ്പിൽ പുള്ളി സംശയമാണ് പറഞ്ഞത് ഷിമ്മിൻ്റെ പ്രോബ്ലം ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഡൊമിനാർ വന്നായിരുന്നു, അതിന് ഇതേ സെയിം പ്രോബ്ലം ആയിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ഇന്നലെ വർക്ക്ഷോപ്പുകാരൻ ഷിമ്മിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചു. അത് കാരണം പിന്നെ വണ്ടിയൊന്നും പുറത്തേക്ക് എടുത്തില്ല, നേരെ കൊണ്ടുപോയി വെച്ചു, വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഷോറൂമിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നെന്തായാലും 9 മണിക്ക് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സമയം 11:45. രാവിലെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പോഴാണ് മഴയൊന്നും തുറന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യുന്നതോറും സൗണ്ട് കൂടി വരുമെന്നാണ്. അത് കാരണം നമുക്ക് റിവ്യൂ ചെയ്യാനൊന്നും പറ്റാനുള്ള, വണ്ടി കൈ കൊടുക്കുമ്പോഴേ മനസ്സും എടുത്ത് പോവുകയാണ്. മഴക്കാറൊക്കെ നല്ല രീതിയിലുണ്ട്, മിക്കവാറും പണി കിട്ടാൻ ചാൻസും ഉണ്ട്. മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം മഴ പെയ്താൽ നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റില്ല, അറിയാലോ, മൈക്കിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്യല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. മിക്കവാറും പെയ്യും. നമുക്കിപ്പോൾ അവിടെ കാണാൻ പറ്റും. എന്തൊരു വിസിബിളാണെന്നറിയില്ല. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. എൻ്റെ പൊന്നെ, കയ്യും കാലൊക്കെ പൊള്ളിപ്പോവാണ്. ഇതൊരു മെഷ് ഗ്ലൗസ് ആണ്, എന്നിട്ട് കൂടി ഒരു രക്ഷയില്ല. സിഗ്നൽ ജാമായതാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഗായ്സ്, വണ്ടി ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഷിമ്മിൻ്റെ പ്രോബ്ലം ഒന്നും അല്ലായിരുന്നു. വണ്ടിയുടെ ഹെഡിൻ്റെ അവിടുത്തെ കുറച്ച് കാല് തള്ളിപ്പോന്നാണ്. മീൻസ് നമ്മുടെ മറ്റേ പുഷ് ബട്ടൺസ് ഇല്ലേ, അത് 2-3 പൊട്ടിപ്പോയതിൻ്റെ ആയിരുന്നു ആ സൗണ്ട് കേട്ടായിരുന്നേ. അതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യാൻ നേരത്തെ ഇഗ്നീഷനായിട്ടാണ് കൊടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഹെഡൊക്കെ ഒന്ന് അഴിച്ചായിരുന്നു വണ്ടിയുടെ. അപ്പോൾ കമ്പനിക്കാരൻ്റെ കടയിലാണ് പോയി ചെയ്തത്. അപ്പോൾ അവിടുത്തെ പണിക്കാരൻ അത് തിരിച്ച് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തം തള്ളിക്കൂട്ടി അങ്ങ് വെച്ചു. എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടല്ല ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടിയുടെ കാലൊക്കെ ഒടിഞ്ഞു പോയതാണെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല. അതിപ്പോൾ ഒരു 3-4 മാറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞത്തിന് എത്രയാണ്, നിസ്സാര ബില്ല് എങ്ങാണ്ട് വന്നുള്ളൂ. മൊത്തം ഒരു 21 രൂപയുടെ ബില്ല് വന്നു. അത് ഹെഡടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല, ഒരുപാട് സ്ക്രൂസും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു ദിവസം മൊത്തം എടുക്കും. വണ്ടി അവിടെ കൊടുത്തിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് നാളെ ഇപ്പോൾ ഒരു റൈഡുള്ള കാരണം നമുക്ക് നാളെ ഇത്തിരി പരിപാടിയുണ്ട്. അത് കാരണം ഇന്ന് തന്നെ വണ്ടി കിട്ടണം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു എങ്ങനെയും ശരിയാക്കി തരാം, പേടിക്കേണ്ട, വൈകുന്നേരത്തേക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി മൊത്തം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്.
പക്ഷേ മൊത്തം സെറ്റാക്കി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നേരത്തെ അത്ര ഇറിറ്റേഷൻ ഇല്ല നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നണില്ല. ഇപ്പോൾ റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടും നമ്മളിപ്പോൾ അവർ ഒരു ദിവസം വേണമെന്ന് പറഞ്ഞു. നമുക്ക് സമയമില്ലാത്തതാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് ശരിയാക്കിയിട്ട് പോരുകയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിയെന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, അത് വൈസറിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്ക് അതും കൂടി മാറ്റാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ സെക്കൻഡ് സർവീസ് ആവാറായുണ്ട്. അപ്പോൾ അതിന് കൊടുക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ടൊന്ന് മൊത്തം ഒന്ന് ശരിയാക്കണം വണ്ടിയുടെ ആ പ്രശ്നമൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് കേൾക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് ഈ ഭാഗത്തൊക്കെ ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് ശരിക്കും മാറേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ശരിക്കും മാറിയിട്ടില്ല. ഒച്ചാന്ന് പറഞ്ഞാൽ നേരത്തെ അത്ര ഇല്ല, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അപ്പോൾ വണ്ടിയുടെ ആ ഒരു പ്രശ്നം എന്തായാലും സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നാളെ ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളത്തെ ആ സ്പെഷ്യൽ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.